അന്ന് ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഉള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഉടമ്പടിയായിട്ട് കൂടുതൽ ഇഴകിച്ചേരണം എന്നുള്ളത്. കാരണം എൻ്റെ വിശ്വാസം 100% അല്ലായിരുന്നു. കൃപാസനത്തിൽ ഞാൻ അമ്മയുടെ കൂടെ വരും, പക്ഷെ അത് വെറും ബാഹ്യമായ ഒരു പ്രകടനം മാത്രമായിരുന്നു. അത് ഞാൻ പ്രാർത്ഥിക്കും, മാതാവാണ്, എനിക്കിഷ്ടമാണ്, മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കൃപാസനം എന്താണെന്നറിയാതെ, ഉടമ്പടി എന്താണെന്നറിയാതെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ലായിരുന്നു. ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അനീറ്റ ലൂക്കോസ്. ഞാൻ കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. 2019 എൻ്റെ അമ്മയാണ് ഇവിടെ ആദ്യം ആയി വന്ന സാക്ഷ്യം ഉടമ്പടി എടുത്തത്. ഞാൻ ആ സമയത്ത് നേഴ്സിംഗ് പഠിക്കുകയായിരുന്നു, ഫൈനൽ ഇയർ. ഞാൻ ലീവിന് നാട്ടിൽ വന്നു കഴിയുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ അമ്മ ഇങ്ങനെ ഉടമ്പടി എടുത്ത കാര്യവും കൃപാസനത്തിൻ്റെ കാര്യമൊക്കെ എന്നോട് ആദ്യമായിട്ട് പറയുന്നത്. അന്ന് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ എന്താണ് കൃപാസനമെന്നോ ഉടമ്പടി എന്താണെന്നോ ഒന്നും അധികം അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അതിനുള്ളൊരു ആഗ്രഹവും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കോളേജിലേക്ക് പോയപ്പോൾ അമ്മ എൻ്റെ ഒരു കാശ് രൂപം തന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എന്ത് ചെയ്താലും എന്ത് വിചാരിച്ചാലും അതിനു മുന്നേ ഈ കാശ് രൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ ആ കാശ് രൂപം എൻ്റെ കൊന്തയിൽ കൊളുത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കോളേജിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ 2019 കഴിഞ്ഞപ്പോൾ നമുക്ക് പാൻഡമിക്കൊക്കെ ആയി. അങ്ങനെ ഞങ്ങളുടെ കോളേജിൻ്റെ പഠനവും കാര്യങ്ങളും ഒക്കെ കുറച്ച് ഡിലേയും കാര്യങ്ങളും വന്നു. അതിൻ്റെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ പഠനത്തിൻ്റെ എക്സാമിൻ്റെ കാര്യത്തിലാണെങ്കിലും വന്നു. പിന്നെ പേഴ്സണലി ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. അപ്പോഴൊക്കെ ഈ കാശ് രൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ മാതാവേ എൻ്റെ കൂടെ ഉണ്ടാവണേ. ഓരോ കാര്യവും ചെയ്യുന്നതിന് മുന്നേയും ഞാൻ ഈ കാശ് രൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കാശ് രൂപം എൻ്റെ കൈ വന്നേ പിന്നെ എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് സഡനായിട്ട് എനിക്ക് ഓരോ അതിൻ്റെ ആക്ഷൻ ഉണ്ടാവാറുണ്ടായിരുന്നു. ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് അപ്പം തന്നെ കിട്ടുന്ന ഒരു അനുഭവം എനിക്ക് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ചെറുതായിട്ടാണെങ്കിലും ഇങ്ങനെ ഒരിത് മനസ്സിലോട്ട് വന്നു, ആ കൃപാസനം എന്നുള്ളൊരിത്. അത് കഴിഞ്ഞ് ഞാൻ പഠനം പൂർത്തിയാക്കി 2020 ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ ഒരു ഇത് കാരണം ഞങ്ങൾ 1 ഇയർ ബാക്കൊക്കെ ആയി. മിക്ക കുട്ടികൾക്കും അങ്ങനെയായിരുന്നു. 2021 ഇറങ്ങിയത്. 2021 പഠനം പൂർത്തിയായ ശേഷം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഓർത്തു വെളിയിൽ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാം, 1 ഇയർ എക്സ്പീരിയൻസ് എടുക്കാമെന്നൊക്കെ ഓർത്തു. പക്ഷെ നടന്നില്ല. ആ സമയത്ത് ഞാൻ നാട്ടിൽ വന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ബാത്റൂമിൽ വീണ് അമ്മയ്ക്ക് കാലിന് ഫ്രാക്ചറൊക്കെ ആയി. അമ്മയ്ക്ക് 2 മന്ത് റെസ്റ്റ് പറഞ്ഞു. എന്തായാലും ഞാൻ കറക്റ്റ് വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു അത് സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് അമ്മയ്ക്ക് നല്ല കെയർ കൊടുക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ ഇരിക്കുമല്ലേ എന്നോർത്ത് ഞാൻ OET പഠിക്കാൻ തുടങ്ങി ഓൺലൈനായിട്ട്. അപ്പോഴും ഞാൻ കൃപാസനത്തിൽ അതുവരെ വന്നിട്ടില്ലായിരുന്നു. 2022 ജനുവരിയിൽ ഞാൻ ആദ്യമായിട്ട് OETക്ക് എക്സാമിന് ഡേറ്റ് എടുത്തു. ഡിസംബർ ആയപ്പോഴത്തേക്കും അമ്മ എന്നെയും കൂട്ടി ഇവിടെ വന്നു ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട്. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കൃപാസന അമ്മയോട്. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ നോർമലി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, പക്ഷേ ഒത്തിരി അങ്ങ് പ്രാർത്ഥിക്കാറില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം ഞാൻ കണ്ടത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അപ്പുറമുള്ള ഒരു വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇവിടുത്തെ ഓരോ ആചാര അനുഷ്ഠാനങ്ങൾ പോലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും ഹോൾ ടിക്കറ്റുമായിട്ട് പള്ളിക്കകത്ത് വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ജനുവരിയിൽ എക്സാമാണ്, അമ്മേ എന്നെ പാസ്സാക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം എഴുതി, ഞാൻ ഫെയിലായി. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി, ഗ്യാപ്പ് വരണ്ടെന്നോർത്ത്. പിന്നെ ജോലിയുടെ ഒപ്പം തന്നെ ഞാൻ പഠിച്ചു. വീണ്ടും ഒരു ഡേറ്റ്, ഒരു 1 മന്ത് ഗ്യാപ്പിൽ ഞാൻ ഡേറ്റ് എടുത്തു. വീണ്ടും എക്സാം എഴുതിയപ്പോൾ എനിക്ക് ക്ലബ്ബിംഗ് സ്കോർ കിട്ടി. പക്ഷേ വിത്തിൻ 6 മന്ത്സ് നമുക്ക് എഴുതുവാണെങ്കിൽ ക്ലബ്ബ് ചെയ്യാനായിരുന്നു. അപ്പം അതുകൊണ്ട് ഡിലേ ആക്കാതെ ഞാൻ വീണ്ടും ഡേറ്റ് എടുത്തു. എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല എന്നോർത്തിട്ട്. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒന്നും കൂടെ നന്നായിട്ട് പഠിച്ചെഴുതാമെന്ന് ഓർത്തു. അങ്ങനെ 3ാമത്തെ തവണ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഇനി പൈസയില്ല, ഇനി ഞാൻ പപ്പായോടും അമ്മയോടും പൈസ ചോദിക്കത്തില്ല, എൻ്റെ സാലറി കൊണ്ട് എനിക്ക് എക്സാം എഴുതാനുള്ള തികയത്തും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുകൊണ്ട് ഞാൻ നിർത്തും, ഇതെൻ്റെ ലാസ്റ്റത്തെ ചാൻസാണെന്ന് മാതാവിനോട് പറഞ്ഞു. 3ാമത്തെ തവണ ഞാൻ എക്സാം എഴുതി. എനിക്ക് അയർലൻഡ് സ്കോർ തന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി തടസ്സം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി.
ഞാൻ എൻ്റെ ഓരോ പേപ്പർ വർക്കിനാണെങ്കിലും പല തടസ്സങ്ങൾ, എല്ലാവർക്കും നിസ്സാരമായി കിട്ടുന്ന കാര്യങ്ങൾ പോലും എനിക്ക് തടസ്സങ്ങളാണ് എല്ലാ കാര്യത്തിലും. പക്ഷേ അതൊക്കെയും കുറച്ച് വൈകിയാണെങ്കിലും എൻ്റെ അമ്മ എനിക്ക് എല്ലാം സാധിച്ചു തന്നു. അത് കഴിഞ്ഞ് ഈ ഫെബ്രുവരിയിൽ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. വിസയ്ക്ക് വെക്കാറായിരുന്നു, ഇൻ്റർവ്യൂ പാസ്സായിരുന്നു. അതുകൊണ്ട് വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്നിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് വേണ്ടി പഠിക്കണമെന്നൊക്കെ ഓർത്ത് ഞാൻ ഇത് റിസൈൻ ചെയ്തു. ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞ് വീട്ടിലിരുന്നു വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ആദ്യമായിട്ട് ഞാൻ ഈ 2023 മാർച്ചിലാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സാധാരണ 20 ഡേയ്സൊക്കെ എടുക്കത്തുള്ളൂ, വർക്കിംഗ് ഡേയ്സ് എടുക്കത്തുള്ളായിരുന്നു. പക്ഷേ ആ സമയം തൊട്ട് അയർലൻഡ് എംബസി ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി തുടങ്ങി. അയർലൻഡിലേക്ക് പോകാനിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഈയിടെയായിട്ട് അവരുടെ വർക്കിംഗ് വിസ അവർ ഭയങ്കര ഡിലേ ആക്കാൻ തുടങ്ങി. കുറേ പേർക്ക് റിജക്ഷനും ക്വയറീസൊക്കെ വരാൻ തുടങ്ങി. എൻ്റെ കാര്യത്തിൽ എനിക്ക് 1.5 മാസം കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് ഒരു ക്വയറി വന്നു. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ ഫെബ്രുവരി തൊട്ട് വീട്ടിൽ ഇരിക്കുന്നതാണ്. എൻ്റെ പോലെ തന്നെ ഒത്തിരി പിള്ളേരും ഇതേ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അപ്പം ഞാൻ അമ്മയായിട്ട് മെയിലാണ് എനിക്ക് ക്വയറി വരുന്നത്. അപ്പം മെയിൽ ലാസ്റ്റ് ഞാൻ പിന്നെ വീണ്ടും സബ്മിറ്റ് ചെയ്ത് ഞാനിവിടെ അമ്മയായിട്ട് പുതുക്കാൻ വന്നു കൃപാസനത്തിൽ. അന്ന് ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഉള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഉടമ്പടിയായിട്ട് കൂടുതൽ ഇഴകിച്ചേരണം എന്നുള്ളത്. കാരണം എൻ്റെ വിശ്വാസം 100% അല്ലായിരുന്നു. കൃപാസനത്തിൽ ഞാൻ അമ്മയുടെ കൂടെ വരും, പക്ഷെ അത് വെറും ബാഹ്യമായ ഒരു പ്രകടനം മാത്രമായിരുന്നു. അത് ഞാൻ പ്രാർത്ഥിക്കും, മാതാവാണ്, എനിക്കിഷ്ടമാണ്, മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കൃപാസനം എന്താണെന്നറിയാതെ, ഉടമ്പടി എന്താണെന്നറിയാതെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ലായിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ ജൂണിൽ ഉടമ്പടി പുതുക്കാൻ വന്ന ദിവസം അമ്മ എന്നോട് പറഞ്ഞു, നമ്മൾ വന്നതാണ് ജോസഫ് അച്ഛനെ കണ്ട്, നീ ഇതുവരെ ജോസഫ് അച്ഛനെ കണ്ടിട്ടില്ല, ജോസഫ് അച്ഛനെ കണ്ട് നേരിട്ട് നമുക്ക് കൈവച്ച് പ്രാർത്ഥിക്കാം. ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് ഞാൻ വന്നു, എൻ്റെ റിജക്ഷൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നു. അങ്ങനെ ഒത്തിരി നേരം നിന്നു. ഇവിടുത്തെ ഒരു കാര്യം എനിക്ക് ഒത്തിരി നേരം നിന്ന് ഞാൻ മടുത്തു പോയി. ശരിക്കും എൻ്റെ മനസ്സൊക്കെ അങ്ങ് ഇതായിപ്പോയി. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഒരു 3 മണി ആവാറായപ്പോൾ ഞാൻ ഈ അൾത്താരയുടെ ഫ്രണ്ടിൽ വന്ന് ഞാൻ അച്ഛനെ കണ്ടു. എൻ്റെ ഒപ്പം കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ ഡോക്യുമെൻറ്റ്സൊക്കെ അച്ഛൻ വാങ്ങിച്ചു. മാതാവിൻ്റെയും ഈശോയുടെ രൂപത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് മുട്ടിച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് അവർക്ക് തിരിച്ചു വന്നിട്ട് അച്ഛൻ അവരോട് പറയുന്നത്, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഇന്ന കാര്യങ്ങൾ അച്ഛൻ കുറേ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ചു, അച്ഛൻ പോയി പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ ഈശോയുടെ രൂപത്തിന് അവിടെ പോയി പ്രാർത്ഥിച്ചു. തിരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞത്, ഇവിടെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപയ്ക്കായിട്ട് നീ പ്രാർത്ഥിക്കാനാണ്, അല്ലാതെ നിൻ്റെ വിസ വരും അങ്ങനെ ഒരു ഉറപ്പൊന്നും അച്ഛൻ എനിക്ക് തന്നില്ല. ആ സമയത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം അച്ഛൻ എന്നോട് ചോദിച്ചു, ആരാ ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയാണ് ഉടമ്പടി എടുത്തത്, നീ പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കറക്റ്റായിട്ട് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയാണ് ഉടമ്പടി എടുത്തത്, പക്ഷേ അമ്മ എടുത്തിരിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. അമ്മയുടെ ഉടമ്പടിയിലുള്ള കാര്യം തന്നെ എൻ്റെ വിസ റെഡിയാവണം, ഞാൻ വിദേശത്ത് പോകണമെന്നാണ്. അപ്പം അമ്മ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, നീയും അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് തൊട്ട് നീ അമ്മ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് അച്ഛൻ എന്നോട് ശകാരിച്ചു പറഞ്ഞു. ഞാൻ അപ്പോൾ പൊട്ടിക്കരഞ്ഞു. കാരണം ആ നിമിഷം എനിക്ക് മനസ്സിലായി, ഞാൻ ശരിക്കും പറഞ്ഞാൽ കൃപാസനം എന്താണെന്നറിയാൻ ശ്രമിച്ചിട്ടില്ല, ഉടമ്പടി എന്താണെന്നറിയാൻ ശ്രമിച്ചിട്ടില്ല, ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഫെബ്രുവരി തൊട്ട് പള്ളിയിൽ എല്ലാ ദിവസവും അമ്മയുടെ കൂടെ എഴുന്നേറ്റ് പോകും, പക്ഷേ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ അമ്മയുടെ കൂടെ നിൽക്കത്തില്ല. വൈകുന്നേരത്തെ മാത്രം പ്രാർത്ഥന അമ്മയുടെ കൂടെ ചെല്ലും. അപ്പോൾ ഒരു പ്രോപ്പർ രീതി അല്ലായിരുന്നു എൻ്റെ. അന്ന് തൊട്ട് ഞാൻ ഒരു തീരുമാനമെടുത്തു, എന്താണ് ഉടമ്പടി എന്ന് മനസ്സിലാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഞാൻ യൂട്യൂബിലെല്ലാ സാക്ഷ്യം കേൾക്കുന്നത് എൻ്റെ ഒരു ഹോബിയായി മാറി. ഓരോ സാക്ഷ്യം കേൾക്കും തോറും എനിക്ക് മനസ്സിലായി എന്താണ് കൃപാസനം, എന്താണ് ഈ ഉടമ്പടി പാലിച്ചാലുള്ള ഗുണമെന്ന്. ഓരോരുത്തരും ഉടമ്പടിയിൽ പറയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്, കുറച്ച് മുമ്പ് ഒരു ചേച്ചി ഇവിടെ പറഞ്ഞ പോലെ ഈ ആൾക്കാർ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ ഇടയാക്കണേ അമ്മയെന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ തെറ്റുകൾ പുറത്ത്, ഞാനൊരു വിഡ്ഢിയായിരുന്നു, എനിക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലായിരുന്നു. അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു, എൻ്റെ തെറ്റുകൾ പുറത്ത് എനിക്കും ഇവിടെ വന്ന് എനിക്കും സാക്ഷി പറയാനുള്ള ഒരു അനുഭവം ഉണ്ടാക്കി തരണമേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് രണ്ടാമത് ഞാൻ അപ്ലൈ ചെയ്തിട്ടിരിക്കുമായിരുന്നു.
അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു മെയിൽ വന്നു, ഇങ്ങനെ റിജക്ഷനായി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് സങ്കടമായി, ഞാൻ മരവിച്ചു പോയായിരുന്നു, എനിക്ക് ഒത്തിരി വിഷമമായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ കൃപാസന അമ്മയുടെ മുന്നിൽ വന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കരഞ്ഞു പ്രാർത്ഥിച്ചു. എല്ലാ എംപ്ലോയേഴ്സിൻ്റെ അണ്ടറിലുള്ള എല്ലാവർക്കും വിസ അപ്രൂവായി കിട്ടുന്നുണ്ട്, എൻ്റെ എംപ്ലോയറിൻ്റെ മാത്രം അണ്ടറിലുള്ള ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്നില്ല. അതിനർത്ഥം അവർ കറക്റ്റായിട്ടല്ല വിസ വെക്കുന്നതെന്ന് തോന്നുന്നത്. ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ഒന്നാമത് ഐറിഷുകാരാണ്, അവരെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അമ്മ മാതാവ് സഞ്ചാരി മാതാവാണല്ലോ, അമ്മ തന്നെ ഇപ്പോൾ അയർലൻഡിൽ പോയി അവരോട് പറയണം എങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് എങ്ങനെ ചെയ്തിട്ട് വീട്ടിൽ ഇരുന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല, കാരണം റിജക്ഷൻ അടിച്ച് കിടക്കുക. അപ്പോൾ ഞാനും അമ്മയും കൂടെ സമ്പൂർണ്ണ ജപമാല ഒരു 3 മണി തൊട്ട് 4 മണി വരെ ഈവനിങ് ടൈമിൽ ചെല്ലാൻ തുടങ്ങി. ഈ സമ്പൂർണ്ണ ജപമാല എൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചത്, ഇത് ചൊല്ലി തീരുമ്പോൾ എനിക്ക് ഒരു ഉത്തരം തരണേ മാതാവേ എന്നാണ്. അങ്ങനെ ഞാൻ ചൊല്ലി എണീറ്റു, ഫോൺ എടുത്ത് നോക്കി, ഒന്നും വന്നില്ല. ഒരു 5 മണി 5:30 ആയപ്പോഴത്തേക്ക് എനിക്കൊരു മെയിൽ വന്നു, ഞങ്ങൾ നാളെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്, ആ മീറ്റിങ്ങിൽ ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, ഇതെങ്ങനെയാണ് റിജക്ഷൻ ഇല്ലാതെ കറക്റ്റായിട്ട് വെക്കുന്നതെന്ന്. ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ച് ഞങ്ങൾ കറക്റ്റായിട്ട് ഇനി വെക്കാം എന്ന് പറഞ്ഞു, നമുക്ക് ഈ ആഴ്ച തന്നെ സബ്മിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ അവർ മീറ്റിംഗ് വെച്ചു. അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു എൻ്റെ സഞ്ചാരി മാതാവ് അയർലൻഡിൽ ചെന്നു, അവരോട് പറഞ്ഞു നിങ്ങൾ മര്യാദയ്ക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക, ഒത്തിരി പിള്ളേരുടെ നിങ്ങളുടെ എംപ്ലോയറിൻ്റെ അണ്ടറിലുള്ളവരുടെ മാത്രമാണ് കിട്ടാതെ കിടക്കുന്നത്, അതുകൊണ്ട് മാതാവ് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളത്. അത് ഞാൻ വിശ്വസിച്ചു, ഞാൻ ഒത്തിരി വിശ്വസിച്ചു. ആ സമയത്ത് തന്നെ ഞാൻ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടായിരുന്നു. അതുവരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എനിക്ക് വിസ കിട്ടുമോ എന്ന്. ഇത് കഴിഞ്ഞ് ഉടമ്പടി എന്നോട്ട് ഞാൻ പാലിക്കാൻ തുടങ്ങിയോ, എന്നോട്ട് ഞാൻ വിശുദ്ധ ബലിയർപ്പണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ തുടക്കം തന്നെ ബലിയർപ്പണമായി. ഒരു ദിവസം ഈവനിങ് എന്ന് പറയുന്നത് 3 മണി തൊട്ട് 4 മണി വരെ എന്ന് പറയുന്നത് എൻ്റെ സമ്പൂർണ്ണ ജപമാലയുടെ ടൈമായി. ഞാനും അമ്മയും ഒരുമിച്ചിരുന്ന് ഇത് രണ്ടും എൻ്റെ ഒരു വലിയ ശക്തിയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ടെൻഷൻ അടിക്കാൻ പോയില്ല. അയർലൻഡിൽ ചെന്നിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ വരുമോ ഇല്ലെന്നൊന്നും ഡൗട്ട് അടിച്ചില്ല, നന്നായിട്ട് പഠിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 22-ന് എനിക്ക് എൻ്റെ വർക്കിംഗ് വിസ അപ്രൂവായി കിട്ടി. ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ പോലെ തന്നെ ഇതായിട്ട് കടന്ന കുറേ സുഹൃത്തുക്കൾക്കും കിട്ടി. അവർക്കും കൂടെ വേണ്ടിയാണ് എൻ്റെ ഈ സാക്ഷ്യം. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിന് 1000 നന്ദി. എൻ്റെ ഒരു ജസ്റ്റ് OETയുടെ കാര്യവും വിസയുടെ കാര്യവും മാത്രമാണ്, പക്ഷേ അതിലുപരി എനിക്ക് ആത്മീയമായിട്ട് ഒത്തിരി എന്നെ മാതാവ് കൃപാസനത്തിലോടും പ്രാർത്ഥനകളോടും അടുപ്പിച്ചു, ഉടമ്പടിയോട് അടുപ്പിച്ചു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഞാൻ ജസ്റ്റ് ഒരു പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് കുർബാന ഇനിയിപ്പോൾ അയർലൻഡിൽ പോയാലും എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടമാണ് എനിക്കിപ്പം. എനിക്കറിയില്ല, കാരണം അത്രയും ഞാൻ ഫെബ്രുവരി തൊട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ കുർബാനയിൽ പോയി. എനിക്കിപ്പോൾ അതൊരു ഹരമായി മാറി. അതുപോലെ സമ്പൂർണ്ണ ജപമാലയും ഞാൻ ചുമ്മാ ഇരുന്നാലും ബസ്സിൽ പോകുമ്പോൾ എനിക്ക് ഛർദ്ദിക്കുന്ന ഒരിതുണ്ട്. ഞാൻ ചുമ്മാ ബസ്സിലിരിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ സമ്പൂർണ്ണ ജപമാല കാണാതെ എനിക്കറിയാം അത് ചൊല്ലിക്കൊണ്ടിരിക്കും. ഇതുവരെ എനിക്ക് സമ്പൂർണ്ണ ജപമാല കാണാതെ ഒന്നും ചെല്ലാൻ അറിയത്തില്ലായിരുന്നു, അതും ഞാൻ പഠിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ആത്മീയമായി എനിക്ക് എൻ്റെ കൃപാസന അമ്മ തന്നു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും അമ്മയും, എനിക്ക് പണ്ട് അമ്മ ഇങ്ങനെ പറയും നമുക്ക് പത്രം കൊടുക്കാം. എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു, കാരണം ഒന്നാമത്തെ കാര്യം ഒത്തിരി ആൾക്കാർ ക്രൗഡായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ചിലവർ ഇത് നിഷേധിച്ചാൽ എനിക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യും. എനിക്ക് ഭയങ്കര ചമ്മലൊക്കെ ആയതുകൊണ്ട് ഞാൻ കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എന്നോട്ട് ഞാൻ കറക്റ്റായിട്ട് പാലിക്കുന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അന്നോട്ട് എനിക്കിതിൻ്റെ ചമ്മൽ മാറി. എനിക്ക് രോഗികളെ സന്ദർശിക്കുന്നതിന് ഒരു ചമ്മലും ഇല്ല, എനിക്ക് പത്രം കൊടുക്കുന്നതിൽ ഒരു ചമ്മലും ഇല്ലാണ്ടായി. അങ്ങനെ എന്നെക്കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യം, എനിക്ക് ജോലി ഇല്ലായിരുന്നു, എന്നാലും ചെറിയ ചെറിയ സാമ്പത്തിക സഹായം ഞാനും അമ്മയും കൂടെ ചെയ്യുമായിരുന്നു ഓരോരുത്തർക്കും. അതുപോലെ ഞങ്ങളുടെ ചുറ്റിനും തന്നെ കുറേ രോഗികളുണ്ടായിരുന്നു, അവരൊക്കെ കാണാൻ ഞാനും അമ്മയും പോകുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഇരുന്ന സമയത്ത് തന്നെ എനിക്ക് എൻ്റെ അയലോക്കത്ത് തന്നെയുള്ള 2 പേരുടെ അവരുടെ മരണത്തിന് നല്ലൊരു ഡെത്ത് കെയർ കൊടുക്കാൻ എനിക്ക് പറ്റി. അതൊക്കെ എനിക്കൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഞാൻ വളർന്ന സാഹചര്യം തൊട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു വല്യപ്പച്ചനും വല്യമ്മച്ചിയായിരുന്നു. അവർക്കൊരു നല്ല ഡെത്ത് കെയർ കൊടുക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം, അവരുടെ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ കന്യാമറിയത്തിനും 1000 നന്ദി.